Hello to my CBSE students. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്ലാസ് 11ൻ്റെ ഹോൺബിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ലെസൺ ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി റിട്ടൺ ബൈ കുഷ്വന്ത് സിംഗ്. ഈ ഒരു ഹോൺബിലത്തെ കുറേ ലെസൺസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബട്ട് ഇന്ന് ഞാൻ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു ലെസൺ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എനിക്ക് വേറെ 2-3 റിക്വസ്റ്റും വന്നു ഞാൻ ലെസൺ ഇട്ടിട്ടില്ല എന്നുള്ളത്. ആക്ച്വലി ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ലെസനാണ്. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഞാൻ ഇനീഷ്യലി ഇത് ഇടാണ്ടിരുന്നത്. ബട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഞാൻ ഈ ലെസൻ്റെ എക്സ്പ്ലനേഷൻ ഇന്ന് വീഡിയോ ഫോമിൽ ഇടാൻ പോകും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി റിട്ടൺ ബൈ കുഷ്വന്ത് സിംഗ്. ഇനി ഇതിനകത്ത് കുറച്ച് ഫ്രേസസ് വരുന്നുണ്ട് വിച്ച് വി വിൽ കം അക്രോസ് വൈൽ റീഡിങ് ദ ലെസൺ. ആൻഡ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതെന്താ മീൻ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us go straight to the lesson. My grandmother, like everybody's grandmother, was an old woman. She had been old and wrinkled for the 20 years that I had known her. People said that she had once been young and pretty and had even had a husband, but that was hard to believe. My grandfather's portrait hung above the mantelpiece in the drawing room. He wore a big turban and loose-fitting clothes. His long, white beard covered the best part of his chest, and he looked at least 100 years old. He did not look the sort of person who would have a wife or children. He looked as if he could only have lots and lots of grandchildren. സോ കുഷ്വന്ത് സിംഗ് വളരെ കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയാണോ തൻ്റെ മുത്തശ്ശീനെ കണ്ടത് അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വലുതായി കഴിഞ്ഞിട്ടും മരണം വരെ, മുത്തശ്ശിയുടെ മരണം വരെ മുത്തശ്ശി കാണപ്പെട്ടു. സോ എല്ലാ ഗ്രാൻഡ് മദേഴ്സിനെയും പോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് മദറും ഒരു ഓൾഡ് ലേഡി ആയിരുന്നു. ഇപ്പോഴത്തെ ഗ്രാൻഡ് മദേഴ്സ് പക്ഷെ കണ്ടാൽ പറയില്ല അല്ലേ, നമ്മളുടെ ഗ്രാൻഡ് മദേഴ്സൊക്കെ യോയോ ഗ്രാൻഡ് മദേഴ്സാണ്. പക്ഷേ പണ്ടത്തെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ലെസൺ മനസ്സിലാക്കേണ്ടത്. സോ ഗ്രാൻഡ് മദേഴ്സ് എന്ന് വെച്ചാൽ ഓൾഡ് ലേഡീസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു പണ്ട്. അതേപോലെ തന്നെയായിരുന്നു എൻ്റെ ഗ്രാൻഡ് മദറും. 20 കൊല്ലം ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ആ 20 കൊല്ലവും ഗ്രാൻഡ് മദറിന് ഒരു മാറ്റവും ഇല്ലാണ്ട് ഞാൻ കുഞ്ഞുനാൾ മുതൽ കാണുന്ന രീതിയിൽ തന്നെ എൻ്റെ 20 വയസ്സിൽ ഞാൻ അവരെ കണ്ടത്. ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു ചെറുപ്പത്തിൽ വളരെ ഭംഗിയുള്ള കുറ്റിയായിട്ടുള്ളൊരു ലേഡി ആയിരുന്നു, ആൾക്കൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഒക്കെ. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പോർട്രേറ്റ് എൻ്റെ ഡ്രോയിങ് റൂമിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ആൾ വലിയൊരു ടേബൻ, തലയിൽ വലിയൊരു കെട്ടൊക്കെ ആയിട്ട് ലൂസായിട്ടുള്ള ക്ലോത്ത്സാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെള്ള താടി ഓൾമോസ്റ്റ് ചെസ്റ്റിൻ്റെ പകുതി ഭാഗം വരെ വളർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫോട്ടോയിൽ നോക്കിയാൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇദ്ദേഹം എന്തെങ്കിലും ഒരിക്കൽ ചെറുപ്പം ആയിട്ടുള്ളൊരു യൂത്ത് ആയിരുന്നു എന്നുള്ളത്. കാരണം അത് കണ്ടാൽ, ആ ഒരു ഫോട്ടോ കണ്ടാൽ നമുക്ക് തോന്നും, ഓ ഇദ്ദേഹം ഒരു ഗ്രാൻഡ് ഫാദർ, കുറേ ഗ്രാൻഡ് ചിൽഡ്രനുള്ള ഒരു ഗ്രാൻഡ് ഫാദർ തന്നെയായിരുന്നിരിക്കും, അല്ലാണ്ട് ഒരിക്കലും പിന്നീട് യങ് ആയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഫണ്ണി ആയിട്ടുള്ളൊരു തോട്ടാണ് കുഷ്വന്ത് സിംഗ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. As for my grandmother being young and pretty, the thought was almost revolting. മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോഴും ആൾ പറയുന്നത് എന്താണ്, എൻ്റെ മുത്തശ്ശി ഒരു കാലഘട്ടത്തിൽ വളരെ യങ്ങും വളരെ പ്രിറ്റിയുമായിരുന്നു എന്നുള്ളത് എനിക്കങ്ങോട്ട് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. ദ തോട്ട് വാസ് ഓൾമോസ്റ്റ് റിവോൾട്ടിങ്. ഐ വാസ് നോട്ട് ഏബിൾ ടു convince with what people were saying. I was revolting against it. She often told us of the games she used to play as a child that seemed quite absurd and undignified on her part, and we treated it like the fables of the prophets she used to tell us. മുത്തശ്ശിയുടെ പഴയ കാല കഥകൾ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി അതിൻ്റെ ഇടയ്ക്ക് പറയുമായിരുന്നു അവർ ചെറുപ്പമായിരുന്നപ്പോൾ കളിച്ച കുറേ കളികളെപ്പറ്റി, ആസ് എ ചൈൽഡ് കളിച്ചിട്ടുള്ള കളികളെപ്പറ്റി. പക്ഷേ ഞങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുത്തശ്ശി ഒരു കാലഘട്ടത്തിൽ ചെറുതായിരുന്നു എന്നും
കളിക്കുമായിരുന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുത്തശ്ശി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും പറഞ്ഞു തരുന്ന എൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും പറഞ്ഞു തരുന്ന കഥകളെ പോലെ തന്നെ ഒരു കഥയാണ് മുത്തശ്ശിയുടെ കുട്ടിക്കാലവും മുത്തശ്ശി കളിച്ചിരുന്ന കളികളും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. She had always been short and fat and slightly bent. ഷോർട്ടായിട്ടും കുറച്ച് തടിച്ചിട്ടും കുറച്ച് കൂനി നടക്കുന്ന ഒരു മുത്തശ്ശിയായിരുന്നു എൻ്റെ മുത്തശ്ശി. Her face was a criss-cross of wrinkles running from everywhere to everywhere. മുഖം മൊത്തം wrinkles ആയിരുന്നു. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതലേ എൻ്റെ മുത്തശ്ശി ഇങ്ങനെയാണ്. No, we were certain she had always been as we had known her. എപ്പം മുതൽ ഞാൻ മുത്തശ്ശീനെ കാണുന്നു അപ്പം മുതൽക്കേ മുത്തശ്ശി ഇങ്ങനെയായിരുന്നു. ഓൾഡ്, സോ ടെറിബിളി ഓൾഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഹാവ് ഗ്രോൺ ഓൾഡർ. ഇനിയും ഒരാൾക്ക് ഇതിലും കൂടുതൽ പ്രായം വയ്ക്കാൻ അല്ലെങ്കിൽ വയസ്സാവാൻ പറ്റില്ല. അത്രയ്ക്ക് വയസ്സായ രീതിയിൽ തന്നെയാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ എൻ്റെ മുത്തശ്ശീനെ കണ്ടിട്ടുള്ളത്. ആൻഡ് ഹാഡ് സ്റ്റേഡ് അറ്റ് ദ സെയിം ഏജ് ഫോർ 20 years. 20 കൊല്ലമായിട്ട് എൻ്റെ മുത്തശ്ശിക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ ആദ്യം എപ്പം എങ്ങനെ കണ്ടുവോ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. 20 കൊല്ലത്തോളം ഞാൻ എൻ്റെ മുത്തശ്ശിനെ കണ്ട് ആ ഫുൾ കാലയളവിൽ എൻ്റെ മുത്തശ്ശി ഒരേ ലുക്കിലായിരുന്നു. ഷീ കുഡ് നെവർ ഹാവ് ബീൻ പ്രിറ്റി ബട്ട് ഷീ വാസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. ചെറുപ്പത്തിൽ പ്രിറ്റി ആയിരുന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ഒരു പ്രിറ്റിയും ബ്യൂട്ടിഫുള്ളും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് മീനിങ്ങിലാണ് പറയുന്നത്. പ്രിറ്റി ഈസ് ഹാവിങ് എ ഗുഡ് ഫീച്ചർ, ഹാവിങ് ഗുഡ് ഐസ്, ഗുഡ് നോസ്, ലുക്കിംഗ് പ്രിറ്റി. But beautiful is something which gives you happiness when you see a particular thing or a particular person. Beauty lies in the eyes of the beholder എന്ന് പറയുന്ന പോലെ the outlook or the way she behaved, she walked or she did things, they were beautiful. She hobbled about the house in spotless white with one hand resting on her waist to balance her stoop and the other telling the beads of her rosary. So how was she, what was her appearance? ഇതാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും വീട്ടിൽ ഒരു വെള്ള സാരിയിൽ, വിഡോ ആയതുകൊണ്ട് വെള്ള സാരിയിലാണ് എപ്പോഴും മുത്തശ്ശി നടന്നിരുന്നത്. നടക്കുമ്പോൾ ഒരു കൈ ആളെപ്പോഴും ആളുടെ വേസ്റ്റിൽ, ഇടുപ്പിൽ വയ്ക്കുമായിരുന്നു. കാരണം ഒരു കൂനുണ്ടായിരുന്നു, ഒരു സപ്പോർട്ടിന് വേണ്ടി വേസ്റ്റിൽ വയ്ക്കുമായിരുന്നു. രണ്ടാമത്തെ കയ്യിൽ എപ്പോഴും ഒരു റോസറി ഉണ്ടായിരുന്നു. റോസറി എന്ന് വെച്ചാൽ നമ്മളുടെ ക്രിസ്ത്യൻസിൻ്റെ കയ്യിൽ കൊന്ത കണ്ടിട്ടുണ്ടാവാം, ഹിന്ദുസിൻ്റെ കയ്യിൽ എന്താ പറയുക, നമ്മളുടെ ഒരു രുദ്രാക്ഷമാല കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ റോസറി എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ബീഡ്സ് ഇങ്ങനെ ഓരോന്നോരോന്ന് നീക്കിയിട്ട് പ്രാർത്ഥിക്കുക. Her silver locks were scattered untidily over her pale, puckered face, and her lips constantly moved in inaudible prayer. സിൽവർ ലോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മുത്തശ്ശിയുടെ സിൽവർ മുടികളെയാണ്, നരച്ച മുടികളെയാണ് ഇവിടെ സിൽവർ ലോക്സ് എന്ന് പറയുന്നത്. അപ്പം മുത്തശ്ശി എപ്പോഴും വളരെ പേലായിട്ടും പക്കേർഡ് ഫേസ് എന്ന് വെച്ചാൽ ഫുൾ ഓഫ് റിങ്കിൾഡ് ഫേസ് ആയിട്ടും നടക്കുമായിരുന്നു. പക്ഷേ ലിപ്സ് വെയർ ഓൾവേസ് മൂവിങ്. എപ്പോഴും ലിപ്സിനൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഷീ വാസ് ഓൾവേസ് പ്രേയിങ് ടു ഗോഡ്. പക്ഷെ അത് വേറെ ആർക്കും ഓഡിബിൾ ആയിരിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ പതുക്കെ എപ്പോഴും ഇങ്ങനെ പ്രെയർ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു മുത്തശ്ശിയായിരുന്നു എൻ്റെ മുത്തശ്ശി. യെസ്, ഷീ വാസ് ബ്യൂട്ടിഫുൾ. She was like the winter landscape in the mountains, an expanse of pure white serenity, breathing peace and contentment. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടായിരുന്നു നമ്മുടെ മുത്തശ്ശീനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. മുത്തശ്ശി ഇതുപോലെയായിരുന്നു. നമ്മളുടെ മൗണ്ടൻസിൽ പോകുമ്പോൾ, മഞ്ഞ് മൂടിയ മലകളിൽ കാണുമ്പോൾ നമുക്കൊരു പ്യോറിറ്റി ഫീൽ ചെയ്യും, ഒരു ശാന്തത, ഒരു സെറീനിറ്റി ഫീൽ ചെയ്യും. അതേ ഒരു ഫീലിംഗാണ് ഞാൻ എൻ്റെ മുത്തശ്ശീനെ കാണുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം മുത്തശ്ശീനെ കാണുമ്പോൾ എനിക്ക് ആ ഒരു പീസ് ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് ഉണ്ടാവുമായിരുന്നു. മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഐ വെർ ഗുഡ് ഫ്രണ്ട്സ്. സോ ഇവിടെ 3 സ്റ്റേജ് വരുന്നുണ്ട്. നമ്മളുടെ കുശ്വന്ത് സിംഗും ഗ്രാൻഡ് മദറുമായിട്ടുള്ള 3 സ്റ്റേജസ്. ഇത് ഫസ്റ്റ് സ്റ്റേജാണ്. ചെറുപ്പത്തിൽ മുത്തശ്ശിയുമായിട്ട് കുശ്വന്ത് സിംഗ് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അവർ ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. കാരണം എന്താ? മൈ പേരൻസ് ലെഫ്റ്റ് മീ വിത്ത് ഹർ വെൻ ദേ വെൻറ്റ് ടു ലിവ് ഇൻ ദ സിറ്റി ആൻഡ് വി വെയർ കോൺസ്റ്റൻ്റ്ലി ടുഗെദർ. അച്ഛനും അമ്മയും ജീവിതമാർഗം തേടി സിറ്റിയിൽ
ഒന്ന് സെറ്റിലാവാൻ പോയപ്പോൾ എന്നെയും മുത്തശ്ശിനെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഗ്രാമത്തിൽ തന്നെ വിട്ടിട്ടാണ് അവർ പോയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും ഞാൻ മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നുകൊണ്ട് മുത്തശ്ശിയും ഞാനും നല്ല ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ മുത്തശ്ശി എന്തൊക്കെയാണ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്? She used to wake me up in the morning and get me ready for school. She said her morning prayers in a monotonous sing-song while she bathed and dressed me in the hope that I would listen and get to know it by heart. So മുത്തശ്ശി രാവിലെ എന്നെ വിളിച്ചു നിർത്തി എന്നെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി എന്നെ റെഡിയാക്കും. ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരേ ടോണിലുള്ള പ്രയർ പാട്ട് രൂപത്തിൽ മുത്തശ്ശി എപ്പോഴും പാടുമായിരുന്നു. കാരണം എന്തായിരുന്നു? മുത്തശ്ശി വിചാരിച്ചിട്ടുണ്ടാവും അതെന്നും ഞാൻ കേൾക്കുമ്പോൾ ഞാനത് ബൈ ഹാർട്ട് പഠിച്ചെടുക്കും. I listened because I loved her voice but never bothered to learn it. പക്ഷെ ഞാനോ, എനിക്ക് മുത്തശ്ശി പാടുന്ന കേൾക്കാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാനത് ബൈ ഹാർട്ട് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. Then she would fetch my wooden slate, which she had already washed and plastered white yellow chalk, a tiny earthen ink pot, and a red pen, tie them in a bundle, and hand it to me. നോക്കൂ, ഇന്നത്തെ കുട്ടികൾ സ്കൂൾ ബാഗും അതിനകത്ത് കുത്തി നിറച്ച് പുസ്തകങ്ങളും വാട്ടർ ബോട്ടിലും ലഞ്ച് ബാഗും പിന്നെ വീട്ടിൽ കൂട്ടുകാരെ കാണിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു ലോഡായിട്ടാണ് സ്കൂളിൽ വരുന്നത്. പണ്ടത്തെ കാലത്ത് നോക്കൂ, ഒരു സ്ലേറ്റ് ഉണ്ടാവും, ഒരു ചോക്ക് പീസ് ഉണ്ടാവും, റൈറ്റ്, പിന്നെ ഒരു ചെറിയ ലഞ്ച് ബോക്സ് ഉണ്ടാവും. സിമ്പിളായിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇനി അതൊരു കെട്ടാക്കിയിട്ട്, ഒരു ബണ്ടിലാക്കിയിട്ട്, ആ ബണ്ടിലാണ് സ്കൂൾ ബാഗിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനകത്തൊരു ഇങ്ക് പോട്ട് ഉണ്ടായിരുന്നു, ഒരു റെഡ് പെൻ ഉണ്ടായിരുന്നു, പിന്നെ സ്ലേറ്റും ചോക്കും ഉണ്ടായിരുന്നു. After a breakfast of a thick stale chapati with a little butter and sugar spread on it, we went to school. She carried several stale chapatis with her for the village dogs. സ്റ്റേൽ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ തലേ ദിവസം രാത്രിയിൽ ഉണ്ടാക്കിയ പഴയ ചപ്പാത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കും. ഖുശ്വന്ത് സിംഗ് എന്ന് പറയുന്ന റൈറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു റിച്ച് ഫാമിലി ആയി മാറിയിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് നോക്കൂ, എത്ര സിമ്പിളായിരുന്നു നോക്കൂ. തലേ ദിവസം ഉണ്ടാക്കിയ ചപ്പാത്തിയിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഷുഗറും കൂടെ സ്പ്രെഡ് ചെയ്ത് അതാണ് അവർ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിരുന്നത്. എന്നിട്ട് സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് വില്ലേജ് ഡോഗ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശി പഴയ ചപ്പാത്തിയുടെ ബാക്കി കയ്യിൽ കരുതുമായിരുന്നു, റൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി അതിൻ്റെ മുകളിൽ ബട്ടർ ഇട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ ഇട്ടിട്ട് അത് റോൾ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിൽ കഴിച്ച് നോക്കൂ കേട്ടോ. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞില്ല, തലേ ദിവസത്തെ ചപ്പാത്തിയാണ് അവർ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. മൈ ഗ്രാൻഡ് മദർ ഓൾവേസ് വെൻറ്റ് ടു സ്കൂൾ വിത്ത് മീ. എന്തുകൊണ്ട്? ബിക്കോസ് ദ സ്കൂൾ വാസ് അറ്റാച്ച്ഡ് ടു ദി ടെമ്പിൾ. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ടെമ്പിൾ ഉണ്ടായിരുന്നു. ദി പ്രീസ്റ്റ് ടോട്ടേഴ്സ് ദി അൽഫബറ്റ് ആൻഡ് ദ മോർണിംഗ് പ്രെയർ. അപ്പോൾ ആ അമ്പലത്തിലെ പ്രീസ്റ്റ് തന്നെയായിരുന്നു മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം അൽഫബറ്റും പഠിപ്പിക്കും, മോർണിംഗ് പ്രെയറും പഠിപ്പിക്കും. While the children sat in rows on either side of the veranda, singing the alphabet or the prayer in a chorus, my grandmother sat inside reading the scriptures. ഞങ്ങളെ ആ അമ്പലത്തിലെ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ മാസ്റ്റർ വരാന്തയിൽ ഇരുത്തിയിട്ട് പ്രെയർ ചൊല്ലാൻ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ആൽഫബറ്റ് പഠിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുത്തശ്ശി ഉള്ളിൽ കയറിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് പുരാണ അല്ലെങ്കിൽ ഹോളി ബുക്സ് സ്ക്രിപ്റ്റേഴ്സ് വായിക്കുമായിരുന്നു. When we had both finished, we would walk back together. This time, the village dogs would meet us at the temple door. They followed us to our house, growling and fighting with each other for the chapatis we threw to them. തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ എടുത്തിരുന്ന ചപ്പാത്തി വില്ലേജ് ഡോഗ്സിന് കൊടുക്കുന്നത്. ആ സമയത്താണ് വില്ലേജ് ഡോഗ്സ് ഇവർ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തുകയും അവർക്ക് കഷ്ണങ്ങളായിട്ട് ഈ ചപ്പാത്തി എറിഞ്ഞ് കൊടുക്കുമ്പോൾ അത് കിട്ടാനുള്ള ഒരു ഗ്രൗളിങ്ങും ഫൈറ്റിങ്ങും ഒക്കെ ആയിട്ട് മുത്തശ്ശിയുടെ ചെറുമകൻ്റെയും ഒപ്പം ഈ നായ്ക്കളും വരുമായിരുന്നു. When my parents were comfortably settled in the city, they sent for us. ഇനിയിപ്പോൾ സെക്കൻഡ് സ്റ്റേജാണ്.
അച്ഛനും അമ്മയും പോയി കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് അവരൊരുവിധം സെറ്റിലായപ്പോൾ അവർ വന്നിട്ട് അമ്മേനെയും മോനെയും, അതായത് അച്ഛൻ്റെ അമ്മേനെയും മോനെയും വന്ന് കൊണ്ടുപോയി. ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ അവർ ഫ്രണ്ട്ഷിപ്പ്. അവിടെ വെച്ച് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു പുതിയ ടേണിംഗ് പോയിന്റ് എടുത്തു. എന്തായിരുന്നു അത്? Although we shared the same room, my grandmother no longer came to school with me. ഞങ്ങൾ ഒരേ റൂമിലായിരുന്നു, ഞങ്ങൾ ഒരേ റൂം ഷെയർ ചെയ്തു. പക്ഷേ പണ്ടത്തെ പോലെ എൻ്റെ അമ്മൂമ്മ, എൻ്റെ മുത്തശ്ശി എൻ്റെ കൂടെ സ്കൂളിൽ വന്നില്ല. കാരണം ഐ യൂസ് ടു ഗോ ടു ആൻ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ എ മോട്ടോർ ബസ്. സ്കൂൾ ബസ് കയറി ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ മുത്തശ്ശിക്ക് എങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് മുത്തശ്ശി വന്നില്ല. There were no dogs in the streets and she took to feeding sparrows in the courtyard of our city house. മുത്തശ്ശി പുറത്തിറങ്ങാത്തതുകൊണ്ട് ഒരുപക്ഷെ സ്ട്രീറ്റ്സിലെ ഡോഗ്സിനെ കാണാൻ ഇട വന്നില്ല, അല്ലെങ്കിൽ സ്ട്രീറ്റ്സിലെ ഡോഗ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ആ ഒരു പ്രോസസ്സും നഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ പകരമായിട്ട് മുത്തശ്ശിയുടെ വീട്ടിൻ്റെ കോർട്ട്യാർഡ്, ഓക്കെ, കുറേ സ്പാരോസ് വരുമായിരുന്നു. അവരെ ഫീഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു സിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ ഹോബിയായിട്ട് മാറിയത്. ആസ് ദ ഇയേഴ്സ് റോൾഡ് ബൈ വി സോ ലെസ് ഓഫ് ഈച്ച് അതർ. അതായത് ഓരോ ദിവസം പോകുമ്പോഴും മുത്തശ്ശിയുമായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. കാരണം കുഷ്വന്ത് സിംഗ് വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കൂടി വരുമ്പോൾ ആൾ പഠിത്തത്തിലോട്ട് തിരിഞ്ഞു, മുത്തശ്ശിയുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു. അവർ തമ്മിലുള്ള കോൺടാക്റ്റ് കുറഞ്ഞു വന്നു. ഫോർ സം ടൈം ഷി കണ്ടിന്യൂ ടു വേക്ക് മീ അപ്പ് ആൻഡ് ഗെറ്റ് മീ റെഡി ഫോർ സ്കൂൾ. When I came back, she would ask me what the teacher had taught me. I would tell her English words and little things of Western science and learning. The law of gravity, Archimedes' principle, the world being round, etc. etc. സോ എന്താണ് പ്രത്യേകിച്ച് കാരണമുണ്ടായത് ഇവർ തമ്മിലുള്ള കണക്ഷൻ കുറയാൻ? അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഗ്രാമത്തിലുള്ള പോലെ തന്നെ തിരിച്ച് വീട്ടിലെത്തിക്കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കും എന്താണ് ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചത്. പക്ഷേ ഗ്രാമത്തിലെ പോലെയല്ല. ഞാനിപ്പോൾ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാവുമ്പോൾ ഇംഗ്ലീഷിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. മുത്തശ്ശി ആവട്ടെ, മുത്തശ്ശിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശിക്ക് എന്നെ ഒരു രീതിയിലും പഠനത്തിൽ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ദിസ് മെയ്ഡ് ഹർ അൺഹാപ്പി. She could not help me with my lessons. She did not believe in the things they taught at the English school and was distressed that there was no teaching about God and the scriptures. സോ മുത്തശ്ശിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യമാണ് ഇംഗ്ലീഷ് സ്കൂൾസിൽ ദൈവത്തെ പറ്റിയൊന്നും പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹോളി സ്ക്രിപ്റ്റേഴ്സിനെ പറ്റിയൊന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ ഒരു അക്കാഡമിക് സൈഡിലോട്ട് മുത്തശ്ശിക്ക് വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. One day I announced that we were being given music lessons. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ മ്യൂസിക് ക്ലാസ്സസ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഷീ വാസ് വെരി ഡിസ്റ്റർബ്ഡ്. മുത്തശ്ശിക്ക് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഡിസ്റ്റർബ്ഡായി. കാരണം പണ്ടത്തെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു പത്ത് സ്ത്രീകളും പിച്ചക്കാരുമാണ് ഈ പാട്ടൊക്കെ പാടി ജീവിക്കുന്ന ആൾക്കാർ. അവർ മാത്രമേ ഈ പാട്ടൊക്കെ പഠിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പാടാൻ പാടുള്ളൂ. ഒറ്റ സ്ത്രീകളും പിച്ചക്കാരും. അതുകൊണ്ട് തന്നെ കുഷ്വന്ത് സിംഗ് പാട്ട് പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായി. ഇറ്റ് വാസ് ദ മൊണോപ്പൊളി ഓഫ് ഹാർലോട്ട്സ് ആൻഡ് ബെഗേഴ്സ് ആൻഡ് നോട്ട് മെൻറ്റ് ഫോർ ജെൻറ്റിൽ ഫോക്ക്. നല്ല കുടുംബത്തിൽ പിറന്ന പിള്ളേരൊന്നും പാട്ട് പഠിക്കാൻ പാടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു മുത്തശ്ശിക്ക്. She said nothing, but her silence meant disapproval. She rarely talked to me after that. ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ സൈലൻസ് മനസ്സിലായി ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നത് ആൾ അപ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതിൽ പിന്നെ മുത്തശ്ശി എന്നോട് ഒന്നും തന്നെ സംസാരിക്കാതെ ആയി. Next part in next video. Hope you liked it. Please don't forget to share and subscribe my channel. See you very soon.